വാഹനത്തിൻ്റെ നമ്പർ, എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ ഒരു 4 ഡിജിറ്റ് നമ്പറാണ്. ഒരു 4 ഡിജിറ്റ് നമ്പറാണ് എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ. ആ 4 ഡിജിറ്റ് നമ്പറിലെ ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ 13 കിട്ടുന്നത്. 13. അത് ആ വാഹനത്തിൻ്റെ നമ്പർ ആകട്ടെ 4 കോൺസിക്യൂട്ടീവ് ഡിജിറ്റ്സ് ആണ്. തുടർച്ചയായ കണ്ടിന്യൂസ് ആയ അക്കങ്ങളാണ് ആ നമ്പർ. എ 4 ഡിജിറ്റ് നമ്പർ, ദാറ്റ് ഈസ് മൈ രജിസ്റ്റർ നമ്പർ ഓഫ് മൈ കാർ. ആ കാറിൻ്റെ രജിസ്റ്റർ നമ്പർ ഇതാണ്, 4 അക്ക സംഖ്യയാണ്. ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂട്ടിയാൽ എനിക്ക് ലഭിക്കുന്നത് സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് 13. എങ്കിൽ എൻ്റെ ആ വാഹനത്തിൻ്റെ നമ്പർ എത്രയാണ്? നിങ്ങൾ അയച്ചിരിക്കുന്ന 3456 തെറ്റാണ്. 3456 തെറ്റാണ്. അതിന് ടൈപ്പ് ചെയ്യാതെ നക്ഷത്ര എത്രയാണ് ഇതിൻ്റെ ആൻസർ? അതായത് ആദ്യത്തെ എൻ്റെ വാഹനത്തിൻ്റെ ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും കൂടി കൂട്ടിയാൽ 13 ലഭിക്കുന്നതെങ്കിൽ എൻ്റെ ആ വാഹനത്തിൻ്റെ നമ്പർ എത്രയായിരിക്കും? നക്ഷത്ര അല്ലെങ്കിൽ ശിവാനി, ആർക്കെങ്കിലും പറയാം? 5678. ആരാണത് പറഞ്ഞത്? 5678. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട് 5678. ശിവാനി എങ്ങനെയാണ് ഈ 13 നിന്ന് നമ്മൾ ഈ 5678 പോയത്? 1 മൈനസ് ചെയ്തു. എന്നിട്ടോ 12ന്റെ പകുതി എടുത്തു, 6 കിട്ടി. എന്നിട്ടോ ഓഹോ, സെക്കൻഡ് നമ്പർ 6 ആണ്. അപ്പൊ ആദ്യത്തെ നമ്പർ 5 ആണ്, മൂന്നാമത്തെ നമ്പർ 7 ആണ്, 8 ആണ്. കുട്ടികൾ ഈ ചോദ്യം എവിടെയോ കിട്ടിയത് കൊണ്ട് കുട്ടികൾ 9 എന്ന് തെറ്റിദ്ധരിച്ചു. ശരി ആട്ടെ, ആ ചോദ്യം ഇങ്ങനെയാണ് ശിവാനി. ഒന്നാമത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടി കൂട്ടിയപ്പോൾ 9 കിട്ടിയെങ്കിൽ എങ്ങനെയാണ് എല്ലാ സംഖ്യകളും കണ്ടെത്തുക? അപ്പൊ 8ന്റെ പകുതി എത്രയാണ് മോളെ? 4. ആ 4 ആയിരിക്കും രണ്ടാമത്തെ സംഖ്യയാണെന്നാണ് പറയുന്നത് അല്ലേ? അപ്പൊ തുടർച്ചയായിട്ടുള്ളതായതുകൊണ്ട് 3, 4, 5, 6 ആണ് ആ സംഖ്യ അല്ലേ? നക്ഷത്ര ഇത് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ട്. നക്ഷത്രക്ക് ആദ്യം അറിയായിരുന്നോ ഈ ചോദ്യം? അറിയില്ല. ശരി, അപ്പം ഇങ്ങനെ ഒരു പ്രത്യേകതയിലൂടെ ഒരു ചോദ്യം വന്നിരുന്നു കഴിഞ്ഞ ദിവസം, ഏതോ ഒരു ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചതാണ്. അപ്പൊ എന്തോ ആയാലും ഇത്തരം ചോദ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം തരട്ടെ നക്ഷത്ര? Yes or no? Yes. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. 2.5 കിലോ ഓറഞ്ച്, 2.5 കിലോ ഓറഞ്ചിന്റെ വില 135 രൂപയാണ് പോലും. എങ്കിൽ 1 കിലോയുടെ വില എത്രയാണ്? ആ ചോദ്യം ഒന്ന് വായിച്ചെടുക്കൂ ശിവാനി. Cost of 2.5 orange rupees is 135. What is the cost of 1 kg? 1 kg. കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോളെ? എത്രയാണ് ടൈപ്പ് ചെയ്തത്? 54 റൈറ്റ് ആൻസർ ആണ്. കുട്ടികൾക്ക് ആ ചോദ്യം അറിയാം. എങ്ങനെയാണ് മോളെ 54 കിട്ടാനുള്ള എളുപ്പമാർഗം? 2.5 കിലോന് 135 ആവുമ്പോൾ 5 കിലോന് എത്ര വരും? 2 കിലോന്റെ ഇരട്ടി എത്ര വരും? 270 വരും. ശരിയാണ്. 5 കിലോന് ഇത്രയാവുമ്പോൾ 10 കിലോന് എത്ര വരും? 540. ഗുഡ്. 10 കിലോ എത്ര വരുമ്പോൾ 1 കിലോ എത്ര വരും? 54. ഗുഡ്.
അങ്ങനെ കണ്ടെത്താം, അല്ലാതെയും കണ്ടെത്താം. ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് കണ്ടെത്തുക, അതിന് മറുപടി കൊടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോയാലോ? Yes, sir. നക്ഷത്ര, ഇത് മനസ്സിലായോ? മനസ്സിലായി, sir. ഓക്കെ, ഞാൻ 2 പ്ലസ് 4 പ്ലസ് 8 പ്ലസ് 16 പ്ലസ് 32 പ്ലസ് അത്രയും മതി ഡിവൈഡഡ് ബൈ 8. വാട്ട് ഇസ് ദ റിമൈൻഡർ? കുട്ടികൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ പ്രതികരിക്കാവൂ. വാട്ട് ഇസ് ദ റിമൈൻഡർ? മലയാളം ഞാൻ പറയാം. 1ഉം 2ഉം 4ഉം 8ഉം 16ഉം 32ഉം കൂട്ടിയിട്ട് അവസാനം 8 കൊണ്ട് ഹരിക്കേണ്ടി വന്നാൽ അതിൻ്റെ ശിഷ്ടം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. കുട്ടികൾ കമന്റ് ചെയ്തിട്ട് നോക്കണം മോളെ. സെവൻ ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം ആദ്യം കാണുന്നത് ഈ സംഖ്യ തന്നെയാണ്. 1ഉം 2ഉം 4ഉം കൂടി കൂട്ടിയിട്ട് 7 കിട്ടുന്നു. അത് തന്നെയായിരിക്കും 8ന്റെ താഴെയുള്ള സംഖ്യയായിരിക്കും. കാരണം ഇത് 8ആണ്, ഇത് 16 8നെ 2 കൊണ്ട് ഗുണിച്ചതാണ്. അടുത്തതും 8ന്റെ മൾട്ടിപ്പിളാണ് 32. 8ന്റെ മൾട്ടിപ്പിളായ ഏതൊരു സംഖ്യയെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ആദ്യം കാണുന്ന 8ന്റെ താഴെയുള്ള സംഖ്യയായിരിക്കും നമ്മുടെ റിമൈൻഡർ ആയിട്ട് വരിക. നക്ഷത്ര, ഇത് മനസ്സിലായോ? Yes or no? Yes, okay. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഒരു പാറ്റേൺ ആണ്. 9, 36, 144, 16, 64, 256. ഈ സംഖ്യ കണ്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. 25, 100, 400. ഈ സംഖ്യ കണ്ടാൽ നിങ്ങൾക്ക് തോന്നണം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത 3 വരി നിങ്ങൾ ഫില്ല് ചെയ്യണം എല്ലാവരും. സ്റ്റാർട്ട്. 144, 576. ഈ എങ്ങനെയാണ് ഇതൊക്കെ കിട്ടുന്നത്? ഈ 9 ഏത് സംഖ്യയുടെ വർഗമാണ്? 9 ലഭിക്കണമെങ്കിൽ ഏത് 2 ഒരേ സംഖ്യയിൽ തമ്മിൽ ഗുണിച്ചാലാണ് കിട്ടുക? 3. 36 ആവും. അതുപോലെ ഈ 144 അതറിയില്ലല്ലേ? 12 ആണ്. 12ന്റെ 12 ആണ്. ശരി, ഈ 16 എങ്ങനെയാ കിട്ടുന്നത് പോലെ? 4. ഓക്കെ, ഈ 64 4ന്റെ ഡബിൾ എത്രയാ? 8ന്റെ 8. ഓക്കെ, ഈ 256 8ന്റെ ഡബിൾ ആയ 16 into 16 ആണ്. അട്ടെ, ഈ 25 5 ഈ 10 സോറി ഈ 100 10 into 10. അതുപോലെ 400 20. അപ്പൊ അടുത്ത് നമുക്ക് 36 വരണമെങ്കിൽ 6 into 6 വരണ്ടേ പോലെ? അപ്പോ ഈ 144 എങ്ങനെ കിട്ടുന്നു? 12 into 12. ഓക്കെ, ഇനി 576 എങ്ങനെ കിട്ടുന്നു? 24 into 24. ഒന്ന് പറഞ്ഞു കൊടുക്കുക നക്ഷത്ര. അത് പിന്നെ താഴത്ത് 16, 64, 256, പിന്നെ 25, 100, 400. പിന്നെ അടുത്ത 3 വരെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിച്ചത് 3 into 3 ആണ്. സെക്കൻഡ് കണ്ടുപിടിച്ചത് 6 into 6. അതേപോലെ തേർഡ് കണ്ടുപിടിച്ചത് 12 into 12.
മോളെ 2020 ജനുവരി 1 ഏത് ദിവസമാണെന്ന് അറിയാവോ ശിവാനിക്ക്? Yes, sir. 2020 ജനുവരി 1 ഏത് ദിവസമാണെന്ന് അറിയാമോ? Wednesday. വെനസ്ഡേ ആയിരുന്നു. ശരിയാ, വെനസ്ഡേ ആണ്. സമ്മതിച്ചു. ബുധനാഴ്ചയാണ്. 2025 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? പറയും. Sir. Wednesday. വീട്ടില് കലണ്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കലണ്ടറിലേക്ക് നോക്കരുത്. കുട്ടികൾ എത്രയാണ് ടൈപ്പ് ചെയ്യുന്നത് മോളെ? So many are typing Thursday and all, but it is wrong. ഈ 2020 ലീപ്പ് ഇയർ ആണോ അല്ലയോ? Leap year. ലീപ്പ് ഇയർ ആണ്. 2020 ലീപ്പ് ഇയർ അല്ലേ മോളെ? Yes, sir. അപ്പൊ ലീപ്പ് ഇയർ ആവുമ്പോൾ നമുക്ക് ജനുവരി 1 തുടങ്ങുന്നത് ബുധനാഴ്ചയാണെങ്കിൽ അത് ഒരിക്കലും ഡിസംബർ 31 ബുധനാഴ്ച വരില്ല. അതെന്താ പറയാത്തത്? Thursday. അപ്പൊ ബുധനാഴ്ച വരില്ല. അപ്പൊ എപ്പോഴാ വരിക? Thursday. തൊട്ടടുത്ത ദിവസമാണ് ഡിസംബർ തേഴ്സ്ഡേ ആണ് വരിക. അപ്പം 2021 ജനുവരി 1 എപ്പോഴാ വരിക? Friday. ഫ്രൈഡേ ആണ്. ഓക്കെ, അത് കറക്റ്റായി. 2021 അത് ഓർഡിനറി ഇയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ 31 Friday. ഫ്രൈഡേ തന്നെ. അത് കറക്റ്റായി. അതും കറക്റ്റായി. ഫ്രൈഡേ തന്നെയാണ്. ശരി, അടുത്ത എന്റെ പ്രശ്നം 2022 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? Saturday. സാറ്റർഡേ. അത് മനസ്സിലായി. അപ്പൊ 2022 അതേ വർഷം തന്നെ ഡിസംബർ 31 Saturday. സാറ്റർഡേ. കാരണം ഓർഡിനറി ഇയർ ആവുമ്പോൾ തുടക്കവും ഒടുക്കവും ഒരേ ദിവസമായിരിക്കും. 2023 ജനുവരി 1 Sunday. 2023 ജനുവരി 1 സൺഡേ ആണ്. ശരി മോളെ, അന്ന് ഡിസംബർ 31 Sunday. സൺഡേ. ഓക്കെ. 2024 അതായത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ വർഷം ജനുവരി 1 Monday. മൺഡേ. അത് നിങ്ങളുടെ കലണ്ടറിൽ മൺഡേ എന്ന് കാണാം. 2024 ലീപ്പ് ഇയർ ആയതുകൊണ്ട് ആ ഡിസംബർ 31 അവസാനിക്കുന്നത് എപ്പോഴായിരിക്കും? Sir, Tuesday. ട്യൂസ്ഡേയിൽ ഡിസംബർ 31 അവസാനിച്ചാൽ 2025 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? Wednesday. വെനസ്ഡേ. ഇനി ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാൻ മറ്റൊരു ചോദ്യം തരാം. ആ ചോദ്യം നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലൂടെയോ അല്ലാതെയോ കമന്റ് ചെയ്ത് അറിയിച്ചാൽ മതി. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നും കൂടി അറിയണം. ചോദ്യം ഇതാണ്: എന്താണ് നക്ഷത്ര 1947 പ്രാധാന്യം? Independence Day. ഓഗസ്റ്റ് 15 അതൊരു ഫ്രൈഡേ ആയിരുന്നു എന്ന കാര്യം നമുക്ക് അറിയാമോ? പറഞ്ഞോളൂ. ഇന്ത്യ റിപ്പബ്ലിക്കനായ വർഷം എപ്പോഴാണ്? ആർക്കും അറിയാം ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം? ആ, ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യട്ടെ, മറ്റു കുട്ടികൾക്ക് അറിയാതെ നോക്കട്ടെ.
ചോദ്യം കേട്ടില്ലേ? ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം. കുട്ടികൾ ടൈം ഓക്കെ ഓക്കെ. കുട്ടികൾ ബഹളം വെച്ച കണ്ടില്ലേ നമ്മളെ? 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ അത് വെള്ളിയാഴ്ചയാണ്. ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ഏത് മാസം? ആ 26. ഇതൊക്കെ ഇതൊന്നും അറിയില്ലേ? ജാനുവരി 26. ചോദ്യം ഇതാണ്, വീട്ടിൽ നിന്ന് രക്ഷിതാക്കളോട് ചോദിച്ച് കണ്ടുപിടിക്കുക, വാട്സപ്പ് ചെയ്യുക. 1947 ആഗസ്റ്റ് 15 ഫ്രൈഡേ ആണെങ്കിൽ 1950 ജനുവരി 26 ഏത് ദിവസമായിരിക്കും? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. അതിനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നക്ഷത്ര? ഇത് നിങ്ങളുടെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇപ്പം യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ അതിൽ കമന്റ് ചെയ്യാം. എങ്ങനെ കണ്ടെത്തി എന്നും കൂടി കമന്റ് ചെയ്താൽ നല്ലത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നമ്മളൊരു ചെയിനാണ്. നല്ല രസമുള്ള ഒരു ചെയിനാണ്, ശ്രദ്ധിച്ചോളൂ. അവിടെ ഒരു വട്ടം, ഇവിടെ ഇങ്ങനെ കൊടുത്തു, അവിടെ ഓരോരോ റെക്ടാങ്കിൾ കൊടുക്കുകയാണ്. ഇവിടെ അതൊരു വട്ടത്തിലാക്കി, ഇവിടെ ഒരു റെക്ടാങ്കിൾ കൊടുക്കുന്നു. എന്ത് രസം ഇതൊക്കെ കാണാൻ. ഇവിടെയും ഒരു വട്ടം. ഈ സംഖ്യകള് മിഡിൽ സംഖ്യകൾ ഞാൻ എഴുതിയാണ്. 20, 24 and 30. എന്തായിരിക്കും എൻ്റെ ചോദ്യം നക്ഷത്ര അല്ലെങ്കിൽ ശിവാനി? ഈ സർക്കിളില് യോജിക്കുന്ന നമ്പറാണ് അവർ എഴുതേണ്ടത്. എഴുതട്ടെ അല്ലേ? അവർ എഴുതട്ടെ അല്ലേ മോളെ? ഓക്കെ. അപ്പൊ ഈ സർക്കിളിന് നമുക്കൊരു കാര്യം ചെയ്യാം, പേര് കൊടുക്കാം. എ എന്ന സർക്കിൾ, ബി എന്ന സർക്കിൾ, സി എന്ന സർക്കിൾ. ABC കൊടുക്കേണ്ട നമ്പർ അവർ പറയട്ടെ. അവർ പറയുന്നുണ്ടോ മോളെ? എന്താണ് അവർ പറയുന്നത്? എന്താണ് അവർ എഴുതുന്നത്? 4, 5, 6. ഓ 4, 5, 6 ആണ്. 4, 5, 6. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്? 4 × 5 ആണ് 20 അല്ലേ? 4 × 6 ആണ് 24 അല്ലേ? 5 × 6 ആണ് 30 അല്ലേ? ഓക്കെ ആണോ? ശരി. ഇനി ഇതേ രീതിയിൽ വേറൊരു മാല നമുക്ക് കോർക്കാം. ഒന്നിങ്ങനെ, ഒന്നിങ്ങനെ, ഒന്നിങ്ങനെ കൊടുത്തു. ഇതാണ് ആ ചെയിൻ. അത് കാണുന്നുണ്ടോ പോലെ? ഇവിടെ ഞാൻ 6ഉം ഇവിടെ 2ഉം ഇവിടെ 4ഉമാണ് കൊടുക്കുന്നത്. എങ്ങനെ നിങ്ങൾ ഇത് ക്രമീകരിക്കും? യെസ്. 1, 3, 5. 1, 3, 5. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കാൻ കാരണം? 3 plus 2 is 5. 4 plus 1 is 5. And ഈ ഒരു നേരെയുള്ള ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 10 കിട്ടും. 5 + 4 + 1 = 10. 3 ഭാഗത്തേക്കും കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 10 ആണ് കിട്ടുന്നത്. യെസ്. അടുത്ത ഒരു ഫിഗർ നമുക്ക് നോക്കാം. അത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക.
പല കുട്ടികളും ഇത് കണ്ടിട്ടുണ്ടാവണം. എന്തായിരിക്കും എൻ്റെ ചോദ്യം എന്ന് നോക്കാം. ഇതില് ഒരു ലൈൻ നിങ്ങൾക്ക് വരച്ചിട്ട് ഒരു ലൈനിൽ 2 ലൈൻ വരയ്ക്കാം. 2 ലൈൻ വരച്ചിട്ട് ഇത് എത്ര റെക്റ്റാങ്കിൾ ആക്കണം? 4 റെക്റ്റാങ്കിൾ ആക്കണം. അപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റുമോ? 2 ലൈനേ വരയ്ക്കാൻ പറ്റും. നിങ്ങളെന്നെ ചെയ്ത് നോക്കിയാൽ മതി. അതിനുശേഷം ഇതുപോലെയാണ് ചെയ്തതെങ്കിൽ ആ കുട്ടികൾക്ക് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു, ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ എത്ര റെക്റ്റാങ്കിൾ കിട്ടി? 1 2 3 4 5 6. എത്ര എണ്ണം കിട്ടി മോളെ? എത്ര റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ് കിട്ടിയത്? ഓ എങ്ങനെ? 6 റെക്റ്റാങ്കിൾ. എത്ര ലൈനാണ് വരച്ചത്? യെസ്, 2 ലൈൻസ്. അടുത്തത് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാം. 1 2 3 4 1 2 3 4. ഇവിടെ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ എന്ന് ചോദിച്ചാൽ ആ കോളം റോം ഒരേപോലെയാണ് വരുന്നതെങ്കിൽ 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിലെത്ര സ്ക്വയറിന്റെ എണ്ണം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 4 9 16 എഴുതിയിട്ടാണ്. കാരണം 16 വരെയുള്ള ചെറിയ സ്ക്വയർ ആകുമ്പോൾ 16 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 30 ലഭിക്കുന്നു. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. ഇവിടെ ഞാനൊരു ഫ്ലവർ വരയ്ക്കുകയാണ്. ഒരു ഫ്ലവർ. ഈ ഫ്ലവർ ഉൾക്കൊള്ളുന്ന എത്ര സ്ക്വയേഴ്സ് ഉണ്ടാവും? an amount divided to 8 students. അങ്ങനെ ആ എമൗണ്ട് ഞാൻ 8 പേർക്ക് വായിച്ചു കൊടുത്തപ്പോൾ എനിക്ക് റിമൈൻഡർ കിട്ടിയത് 6 ആണ്. ഐ ഗോട്ട് ദ റിമൈൻഡർ 6. സിസ്റ്റം എനിക്ക് 6 കിട്ടി. 8 പേർക്ക് ഞാനൊരു സംഖ്യ വായിച്ചപ്പോൾ 6 രൂപ എൻ്റെ കയ്യിൽ വന്നു. ശരിക്കും ഞാനത് 4 പേർക്കാണ് വായിച്ചു കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര റിമൈൻഡർ വരുമായിരുന്നു? കുട്ടികൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഒരു സംഖ്യ ഞാൻ 8 പേർക്ക് വായിച്ചു കൊടുത്തപ്പോൾ 6 രൂപയാണ് റിമൈൻഡർ വന്നത്. അത് ശരിക്കും 4 പേർക്കാണ് ഭാഗിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര റിമൈൻഡർ വരും? ഞാൻ മൈക്ക് ഓൺ ചെയ്യട്ടെ, ആർക്കെങ്കിലും പറയാൻ നോക്കട്ടെ. യെസ്, പറയൂ. രണ്ടാണ്. 2 is the right answer. ഓക്കെ, ഉണ്ടോ? നക്ഷത്ര കണ്ടില്ലേ? ബഹളം കണ്ടില്ലേ നമ്മള്? ഇതാണ് ശിവാനി ഞാൻ പറഞ്ഞത്. എല്ലാരും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരും വിളിച്ചു പറയും, ഒന്നും തിരിയൂല. 8 പേർക്ക് ഞാനൊരു സംഖ്യ ഭാഗിച്ചപ്പോൾ 6 രൂപ റിമൈൻഡർ വന്നാൽ 8ന്റെ പകുതിയായ 4 പേർക്ക് വായിക്കുമ്പോൾ 6ന്റെ 1/3 ഭാഗം 2 റിമൈൻഡർ വരിക. അത് മനസ്സിലായിക്കോളൂ. എന്താണ് ശിവാനി ഞാനിപ്പോ പറഞ്ഞതെന്ന് പറയാം. ഒരു നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 8 ആണെങ്കിൽ അതിന്റെ ഹാഫ് ആയ 4 ആയിരിക്കും. 6ന്റെ ആയ 2 ആയിട്ട് നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടാം. ഒരു മിനിറ്റ് പോലെ എൻ്റെ കയ്യിൽ 22 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാൻ 8 പേർക്ക് വായിച്ചപ്പോൾ 2 8 16 റിമൈൻഡർ എത്രയാണ്? 6 കിട്ടിയത്. ശരിയല്ലേ? ഞാനത് ആ 22 രൂപ ഞാൻ 4 കുട്ടികൾക്ക് വായിച്ചു കഴിഞ്ഞാൽ 5 × 4 20 ബാക്കി റിമൈൻഡർ എത്രയാണ്? ഉണ്ടോ? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 ലഭിക്കുന്ന സ്ഥാനത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് 6ഉം 2ഉമായിട്ടുള്ള ബന്ധം എന്താണ് മകളെ? 6ന്റെ എത്ര ഭാഗമാണ് 2? അല്ലെങ്കിൽ 2ന്റെ എത്ര ഭാഗമാണ് 6?
2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 6 കിട്ടുക? 3. 3 കൊണ്ട്. അപ്പം 3-1 എന്നാണ് നമ്മൾ പറയുക മലയാളത്തിൽ കേട്ടോ. Yes, sir. യെസ് ഓർ നോ? Yes, sir. യെസ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വരുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇടക്കിടക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. 1 + 2 = 3. 2 + 3 = 5. എന്താണ് ശിവാനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? Sum of two consecutive natural number is an odd number. Okay, good. 1 × 2 = 2. 2 × 3 = 6. എന്താണ് ശിവാനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? Any natural number into 2 is an even number. ഇൻറ്റു 2 ആണോ? അതിൽ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിന്റെ പ്രൊഡക്റ്റും ഈവൻ നമ്പർ ആയിരിക്കില്ലേ? ഒരു സംഖ്യ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുമെങ്കിലും 2 × 3 എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ 4 × 5 വാട്ട്സ് യുവർ ആൻസർ? 20. അപ്പോ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞുകൂടെ? യെസ് ഓർ നോ? Yes. യെസ്. 1 + 2 + 3 = what? 6. 6. 2 + 3 + 4 = 9. 9. എന്താണ് ശിവാനി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? Sum of consecutive 3 natural number starting with an even number is always an odd number. Next one. Starting with an odd number will get a ഒന്നുകൂടി പറഞ്ഞത്? Sum of 3 natural numbers starting with an even number, we will get an odd number. ഓക്കെ, അതായത് 3 തുടർച്ചയായ സംഖ്യകളിൽ ഓഡ് നമ്പർ എന്നാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഈവൻ നമ്പർ കിട്ടും. ഇതൊക്കെ പറഞ്ഞുതരാൻ കാരണം ഇത് വലിയ സംഖ്യകൾ വെച്ചിട്ട് നിങ്ങളോട് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. അപ്പം നാളെ നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത് ഇതിന് സമാനമായ ചോദ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കുക. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് പറയാനുള്ളൊരു അവസരം കൊടുക്കും. അവർ പറയട്ടെ ഏത് ടോപ്പിക്കാണ്, ഏത് ചോദ്യമാണ് അവരെ അളട്ടുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ പറയാം, നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1 + 3 + 5 + 7 + 9 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായ ഓഡ് നമ്പേഴ്സ്, ആ ഓഡ് നമ്പേഴ്സ് എത്ര എണ്ണമുണ്ടോ അതിൻ്റെ സമ്മ് കാണാൻ ഇപ്പോൾ 5 1 2 3 4 5 5 ആണെങ്കിൽ 5 × 5 25 ആയിരിക്കും. 2 മുതൽ തുടങ്ങുന്ന ഈവൻ നമ്പേഴ്സ് 2 4 6 8 and 10. ഇവിടെ 5 ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ആൻസർ 5 × 6 ആയിരിക്കും. ദാറ്റ് ഈസ് 30 ആയിരിക്കും. ഇവ തമ്മിലുള്ള വ്യത്യാസം ആ നമ്പറും ആയിരിക്കും. 1 + 2 + 3 + 4 + 5 + 6 + 7 + 8 + 9 + 10 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായ നാച്ചുറൽ നമ്പേഴ്സ് അത് 10 × 11/2 ആണ്. ദാറ്റ് ഈസ് 55 ആണ്. ഇതൊക്കെ ഈ കണക്ഷൻ മനസ്സിലാക്കി വെക്കണം നിങ്ങൾ. അത് ചെറുത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലുത് കണ്ടുപിടിച്ച സുഖമാണ്. ഇനി നിങ്ങളോട് 11 മുതൽ 40 വരെയുള്ള കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ ചോദിച്ചാൽ എളുപ്പമാർഗം 11 40 തമ്മിൽ ആദ്യം കൂട്ടുക. അത് നിങ്ങൾക്ക് 51 കിട്ടും. അതിനുശേഷം 11 മുതൽ 40 വരെ എത്ര സംഖ്യകളുണ്ടെന്ന് അറിയാൻ 40-ൽ നിന്ന് 11ന്റെ തലയാള്, അതായത് തൊട്ട മുമ്പുള്ള സംഖ്യയായി 10 മൈനസ് ചെയ്യണം. എന്നാലും 11-ൽ പെടും. നിങ്ങൾ 11 മൈനസ് ചെയ്യാൻ പോരുത്. 11ന് തൊട്ട മുമ്പുള്ള 10 മൈനസ് ചെയ്താൽ കിട്ടുന്ന 30നെ പകുതിയാക്കുക. 30ന്റെ പകുതി 15ആണ്. ഈ 15നെ 51 കൊണ്ട് ഗുണിച്ചാൽ 765. ഇത് മനസ്സിലാക്കി വെച്ചോളൂ.
തുടർച്ചയായ സംഖ്യകൾ എവിടുന്ന് തുടങ്ങിയാലും ഇല്ല, ആദ്യ സംഖ്യയും അവസാന സംഖ്യയും തമ്മിൽ കൂട്ടുക, എന്നിട്ട് എത്ര സംഖ്യകളുണ്ടോ നോക്കുക, അത് ഇതിൽ നിന്ന് കുറച്ചാൽ മതി, തൊട്ട മുമ്പുള്ള സാധനം കുറച്ചാൽ മതി, എന്നാൽ എണ്ണം കിട്ടും. ആ എണ്ണത്തിന്റെ പകുതി എടുക്കുന്നു, 15നെ ഈ കുട്ടിയെ 51 കൊണ്ട് ഗുണിക്കുന്നു, 765 കിട്ടുന്നു. അത് ഏത് സംഖ്യയായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പതിവായിട്ട് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താന്ന് പറഞ്ഞാൽ, അത് USSന്റെ കുട്ടികളോട് ചോദിക്കുന്നതാണ്. ഒരു 3 ഡിജിറ്റ് തരും, 3, 5, 8 ഏതെങ്കിലും 3 തരും. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ മേക്ക് എന്ന് ചോദിക്കും. അത് എളുപ്പമാർഗം, ഇവിടെ 3 ഡിജിറ്റ് വ്യത്യസ്തമായിട്ട് വരുന്നുണ്ടെങ്കിൽ 1 × 2 × 3 ആയിരിക്കും ഉത്തരം, ദാറ്റ് ഈസ് 6. ഇതിൽ ഒരെണ്ണം 0 ആയിപ്പോയാൽ 308 ആണ്. ഒരെണ്ണം 0 ആയിപ്പോയാൽ നിങ്ങൾക്ക് ഈ 3 ഇനി വേണ്ടയില്ല, 2 തന്നെ ആവർത്തിച്ചാൽ മതി. 1 × 2 × 2 ആയിരിക്കും, ദാറ്റ് ഈസ് 4 ആയിരിക്കും. ഇനി 4 ഡിജിറ്റ് 3, 5, 4, 8 ഇങ്ങനെ 4 ഡിജിറ്റ്, അവിടെ 4ഉം വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ 1 × 2 × 3 × 4 ആയിരിക്കും, ദാറ്റ് ഈസ് 24. ഇതിൽ ഒരെണ്ണം 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ 3, 5, 0, 8 ഒരെണ്ണം 0 ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 1 × 3 × 3 × ഈ 4ന് പകരം വീണ്ടും 3 തന്നെ എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 18 കിട്ടും. ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം, ചിലപ്പം അത് വെച്ചിട്ട് ചോദ്യങ്ങൾ ആവാം. ഇതിന്റെ വലുത് വരാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ 1, 2, 3 എന്നിങ്ങനെ ക്രമത്തിൽ നമ്പർ കൊടുക്കുക. 1, 2, 3 1, 2, 3 എന്ന് താഴോട്ട് എഴുതുക. 1ന്റെ നേരെ 1, 2ന്റെ നേരെ 3, അതായത് 1 ഉം 2 കൂടി കൂട്ടിയിട്ടാണ് എഴുതുന്നത്. 3യുടെ നേരെ 3 ഉം 3 കൂടി കൂട്ടിയിട്ട് 6 എന്ന് എഴുതുക. ഇതെല്ലാം കൂടി കൂട്ടുക, 6, 3, 9, 10. ഒന്നുകൂടി പറയാം, ഈ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ 1, 2, 3 എന്ന് എഴുതി പോവുക. ഇവിടെ ഇപ്പൊ 3 വരെയാണ്, 3 എഴുതി. 1ന്റെ നേരെ 1 എഴുതി, 2ന്റെ നേരെ 1 ഉം 2 കൂടി കൂട്ടി 3 എന്ന് എഴുതി, 3 ഉം 3 കൂട്ടി 6 എന്ന് എഴുതി. അപ്പം 6, 3, 9, 10 എഴുതി. പ്ലസ് ഇത് ആദ്യം കാണുന്ന ഈ 6നെ നമ്മൾ ഒഴിവാക്കുക, വേണ്ട. തൊട്ട മേലുള്ള 3 വേണം, തൊട്ട മേലുള്ള 1 വേണ്ട. അപ്പൊ ഈ വേണം എന്ന് പറയുന്ന 3നെയും എടുക്കുക, 13. ഇനി നിങ്ങൾ കൂട്ടിയൊക്കെ നിങ്ങൾക്ക് 13 കിട്ടും. ഈ ക്രമത്തിലാണ് മറ്റുള്ള ചിത്രങ്ങളെ കാണുന്നത്. യെസ്, 1275. ഓക്കെ, അടുത്തത് 75 ഡിഫറൻസ്. ഇവിടെ 75 ഡിഫറൻസ്, ഇവിടെ 75 ഡിഫറൻസ് അല്ലേ? അടുത്ത 75 ഡിഫറൻസ്. അടുത്ത ഏതാക്കി വരേണ്ടത്? 75. ഓക്കെ, 75ന്റെ ഡിഫറൻസിലാണ് അത് പോയിരിക്കുന്നത്, ശരിയല്ലേ?